ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാറുന്ന സമൂഹത്തിന് മാറാത്ത മൂല്യങ്ങൾ, അതാണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സമൂഹത്തിൻ്റെ വ്യവസ്ഥിതികളും മാനസികാവസ്ഥകളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് താനും. ഈ മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോഴും മാറാതെ നിൽക്കുന്ന ചില സത്യങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. അത് മാറിപ്പോകുമ്പോഴാണ് പൊതുവെ നമ്മളുടെ എല്ലാവിധമായിട്ടുള്ള അടിത്തറകളും ഇളകിപ്പോകുന്നു. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ഇളക്കം തട്ടാതെ എങ്ങനെ മനുഷ്യൻ്റെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാം? അതിന് മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ കണ്ടെത്തിയിട്ടുള്ള സത്യങ്ങൾ, മൂല്യം, അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മളതിനെ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ശാന്തിയും സമാധാനവും നമ്മൾക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. പലപ്പോഴും മനുഷ്യൻ അവൻ ആഗ്രഹിക്കുന്നത് ബാഹ്യമായിട്ടുള്ള മാറ്റത്തിലൂടെ സമൂഹത്തിൻ്റെ മൊത്തം സ്വഭാവത്തെ മാറ്റിമറിക്കുക, അത് ഉപരിപ്ലവമായിട്ടുള്ള ചില തലത്തിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ ആന്തരികമായി യാതൊരു ചലനവും അടിസ്ഥാനപരമായി അവന് സംഭവിക്കുന്നില്ല. നമ്മളുടെ ദൈനംദിന ജീവിതവും നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും വിദ്യാഭ്യാസ സമ്പ്രദായവുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിലൂടെയെല്ലാം ഒരു വ്യക്തി ലക്ഷ്യമിടുന്നത് എങ്ങനെ ഓരോ വ്യക്തികൾക്കും ശാന്തമായും സുഖമായും ഇവിടെ ജീവിക്കാം. പക്ഷേ അതാണ് ലക്ഷ്യമെങ്കിലും അതിനകത്തേക്ക് എത്തിപ്പെടാൻ നടത്തുന്ന പ്രക്രിയകൾ, അതാണ് വഴിതെറ്റിപ്പോകുന്നത്. ആ വഴിതെറ്റിപ്പോകൽ നമ്മൾക്ക് ദിശാബോധത്തെ കാട്ടിത്തരുവാനായിട്ട് വ്യക്തതയില്ലാത്ത നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വ്യക്തതയോടുകൂടി, കൃത്യമായ ദിശാബോധത്തോടുകൂടി ആണ് നമ്മൾ സമൂഹത്തെ നയിക്കുന്നതെങ്കിൽ, വ്യക്തികളെ നയിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് പാഴാവില്ല. അപ്പോൾ മാറാതെ നിൽക്കുന്ന മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ബൗദ്ധികമായ വളർച്ച, ബുദ്ധിയുടെ തെളിച്ചം, ഇതൊക്കെ നമ്മൾക്ക് അനിവാര്യമാണ്. അത് എവിടെയോ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മൾക്ക് അതിഭൗതികതയോട് ഉള്ള ഒരു അതിഭയങ്കരമായിട്ടുള്ള ഒരടുപ്പം, അല്ലെങ്കിൽ അതിന് അന്ധമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, അതാണ് നമ്മളുടെ വഴി തെറ്റിച്ചു വിടുന്നത്. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഓരോന്നിനെയും നമ്മൾ സ്വീകരിക്കുമ്പോൾ ആവശ്യമില്ലാത്തതും അതിനകത്ത് കടന്നുകൂടുന്നത് തിരിച്ചറിയാൻ പറ്റാതെ വരികയാണ്. അവിടെയാണ് നമുക്ക് മൂല്യങ്ങളിൽ നിന്ന് ച്യുതി സംഭവിക്കുന്നത്. ഇപ്പോൾ മൂല്യത്തെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയ്ക്ക് അവൻ്റെ ഉത്തരവാദിത്വമാണ്. അത് മൂല്യമാണ്. അത് കളഞ്ഞു കുളിച്ചിട്ട് നമ്മൾ മറ്റു എന്ത് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അവിടെ ച്യുതി സംഭവിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊരു വലിയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ഇന്ന് നമ്മളുടെ മുതിർന്നവരെ ബഹുമാനിക്കുവാനായി പലർക്കും സാധിക്കുന്നില്ല. മക്കൾക്ക് സാധിക്കുന്നില്ല, കൊച്ചുമക്കൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ മുതിർന്നവരെ ഇവർക്കെല്ലാം ആവശ്യമാണത്. വളരെ പണ്ഡിതനായിട്ടുള്ള, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൊച്ചുമക്കൾ, ഈ കൊച്ചുമക്കൾക്ക് ഈ അപ്പൂപ്പൻ അധികപ്പറ്റായി വന്ന സംഭവം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമോ ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന കാര്യങ്ങളൊന്നും ഈ കുട്ടികൾക്കറിയില്ല. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇതിൻ്റെ സുഗന്ധം ദൂരത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളോടൊപ്പം കഴിയുന്ന മുതിർന്നവർ, അവർക്കൊരുപാട് മൂല്യങ്ങളുണ്ട്, അവർക്കൊരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, അവർക്ക് നമ്മൾക്ക് നൽകുവാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വൃദ്ധസദനങ്ങളിലേക്ക്, ഓൾഡ് ഏജ് ഹോമിലേക്ക് തള്ളിവിടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒന്നുണ്ട്, മൂല്യങ്ങൾ. ഈ മൂല്യങ്ങളെ എല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമ്മൾ ഈ പോക്ക് പോയാൽ എവിടം വരെ എത്തും? ആർക്കാണ് പ്രയോജനം? ഇപ്പോൾ ഈ ലോകത്തിൻ്റെ മൊത്തം സ്വഭാവം നമ്മൾ വീക്ഷിക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ ഇത് നമ്മൾക്ക് മനസ്സിലാകും. എവിടേക്കോ നമ്മൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. അതിനെ തിരുത്തുവാനായിട്ട് മഹർഷിമാരുടെ വാക്കുകൾ മാത്രമാണ് നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്. അവർ നമ്മൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ, അവർ ജീവിച്ചു കാട്ടിയിട്ടുള്ള മൂല്യങ്ങൾ, സത്യം, ഇതിനൊക്കെ നമ്മൾക്ക് തിരിച്ചറിയുവാനും അത് നമ്മളുടെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് എത്രയെല്ലാം മാറ്റങ്ങൾ ഭൗതികമായി സംഭവിക്കുമ്പോഴും മാറ്റമില്ലാതെ ഇതിന് അന്തർധാരയായി വർദ്ധിക്കുന്ന മൂല്യത്തെ നമ്മൾക്ക് ചേർത്ത് കൊണ്ടുപോയി അടുത്ത തലമുറയിലേക്ക് പകർന്ന് കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഒരു ശ്രദ്ധ ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.